ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ നോയമ്പിന്റെ കാലയളവിൽ ലോകമെമ്പാടും ദൈവവചനത്തിലേക്ക് തിരിയുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പുതുക്കപ്പെടുന്നു. ആ പുതുക്കത്തിലൂടെ ദൈവസ്നേഹത്തിലേക്ക് നാം കടന്നു വരുവാൻ ദൈവം നമുക്ക് മുഖാന്തരങ്ങളെ ഒരുക്കുന്നു. സഹനത്തിന്റെ കാലയളവിൽ നമ്മളിൽ നിരാശ ഉണ്ടാകുക സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതത്തിൽ നിരാശയും ചോദ്യങ്ങളും പിരിമുറുക്കങ്ങളും ഉണ്ടാകുന്നത് സഹനത്തിന്റെ പ്രത്യേകതകളായി നാം മാനുഷികമായി മനസ്സിലാക്കുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു തന്റെ സഹന കാലയളവിൽ തന്റെ ശിഷ്യന്മാരെ ഓർപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ വളരണം. ഈ സ്നേഹത്തിൽ വേരൂന്നിക്കൊണ്ട് സഹനവും സ്നേഹവും സൗഹാർദ്ദവും കർത്താവ് നമുക്കായി പ്രദാനം ചെയ്യുന്നു, നമുക്കായി വാഗ്ദാനം ചെയ്യുന്നു. കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് ഉദാത്തമായ സ്നേഹത്തിന്റെ മാതൃകയാണ് എന്ന് താൻ ഓർപ്പിച്ചുകൊണ്ട് സ്നേഹിതനു വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിലധികമായ വലിയ സ്നേഹമില്ല എന്ന് ഓർപ്പിച്ച് നമ്മളെ സ്നേഹിച്ച ആ ഉന്നതമായ മാനദണ്ഡത്തിലേക്ക് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. കർത്തൃശിഷ്യരായിട്ടുള്ള തന്റെ അരുമശിഷ്യന്മാരോട് താൻ പറയുന്നതു, നിങ്ങൾ സ്നേഹത്തിൽ തുടരണം, നിങ്ങൾ സ്നേഹത്തിൽ വളരണം, നിങ്ങൾ സ്നേഹത്തിൽ ബലപ്പെടണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ യജമാനൻ ദാസൻ എന്നുള്ള ആ ബന്ധങ്ങൾക്ക് അതീതമായി നിങ്ങൾ എന്റെ സ്നേഹിതരായി രൂപാന്തരപ്പെടും എന്ന് വളരെ അതിശയകരമായ അനിതര സാധാരണമായിട്ടുള്ള ഒരു വാഗ്ദാനം നമുക്ക് നൽകുകയാണ്. അതാണ് പ്രിയരെ, സഹനത്തിൽ സ്നേഹത്തിൽ നാം ദൈവത്തിന്റെ സുഹൃത്തുക്കളായി മാറുകയാണ്. അങ്ങനെ സൗഹൃദത്തിൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും കർത്താവായ യേശുക്രിസ്തു നമ്മളെ ഓർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ് ഈ സത്യങ്ങൾ നമ്മളെ ആവേശം കൊള്ളിക്കുന്നത്. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതല്ല. ആ തെരഞ്ഞെടുപ്പിലും ഒരു നിയോഗമുണ്ട്, ഒരു ദൗത്യമുണ്ട്. ദൈവസ്നേഹത്താൽ പ്രേരിതമായി നമ്മെ തെരഞ്ഞെടുത്തുകൊണ്ട് നാം ഫലം കായ്ക്കേണ്ടതിന്, ഈ ഫലം നിലനിൽക്കേണ്ടതിന് ദൈവസ്നേഹം നമ്മുടെ ഓരോ ജീവിതങ്ങളിലും അന്നും ഇന്നും എന്നും പരിലസിക്കുന്നു. അതിലൂടെ നാം സമ്പുഷ്ടമായ ക്രിസ്തീയ ജീവിതത്തിന്റെ സാധ്യതകളിലേക്ക് കടന്നു വരുവാൻ ഈ നോയമ്പിന്റെ കാലയളവിൽ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, ഈ സഹനം സ്നേഹത്തിലേക്ക് നയിക്കുമ്പോൾ അത് സൗഹൃദത്തിലേക്ക്, ആ സൗഹൃദത്തിലൂടെയുള്ള തെരഞ്ഞെടുപ്പിലൂടെ നാം ഫലം കായ്ക്കേണ്ടതിനും ആ ഫലം നിലനിൽക്കേണ്ടതിനും നമ്മെ കർത്താവ് ശക്തീകരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ സാധ്യതകളിലേക്ക് ഈ സഹനത്തിന്റെ കാലയളവിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായി നമുക്ക് ദൈവവചനത്തിൽ നിന്നുള്ള ഈ പ്രത്യേക സാഹചര്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളിലൂടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. ദോഷത്തെ തീർത്താ